ഈയിടെയായിട്ട് മടിയുടെ അസുഖം ഇത്തിരി കൂടുതലായത് കൊണ്ട് തന്നെ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് എന്തായാലും ക്ലീനിങ്ങിലോട്ട് കയറണമെന്ന്. ക്ലീനിങ്ങിലോട്ട് കയറിയാൽ നമുക്ക് കുറച്ചും കൂടെ മടിയൊക്കെ ഒന്ന് മാറി അന്നത്തെ ഡേ കുറച്ച് ഫുൾ എനർജി ആയിട്ടിരിക്കും. അപ്പോൾ ഞാൻ ഇന്ന് ക്ലീൻ ചെയ്യാൻ പോകുന്ന ഏരിയ എൻ്റെ വാഷ് ബേസിൻ്റെ ഒരു ഏരിയ ആണ്. അവിടെ ഒരു സ്റ്റാൻഡ് ഉണ്ട്. ആ സ്റ്റാൻഡാണ് ഞാൻ ക്ലീൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഇവിടെ നമ്മൾ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും കുട്ടികൾ എടുക്കുമോയെന്ന് പേടിച്ചിട്ട് ആ ഒരു ഹൈറ്റ് ഉള്ളതുകൊണ്ട് അവിടെ കൊണ്ടുപോയാണ് വെക്കാറ്. അപ്പം ഞാൻ അത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ രണ്ടുപേരും കൂടെ ബാത്റൂമിൽ കയറി ആകെ കച്ചറ ഉണ്ടാക്കി വെള്ളത്തിലൊക്കെ കളിച്ച് രണ്ടുപേർക്കിട്ടും കുഞ്ഞടി കൊടുത്തിട്ട് രണ്ടുപേരെയും കയറ്റി വിട്ടു. പിന്നെ ഞാൻ വാഷ് ബേസിനൊക്കെ കഴുകി റൂത്ത് മോളെയും കുളിപ്പിച്ച് വന്നപ്പോൾ റൂത്തിനാണെങ്കിൽ ഈ വീട്ടിലിടുന്ന ഡ്രസ്സൊന്നും വീട്ടിലിടാറില്ല. അതൊക്കെ പുറത്ത് പോകുമ്പോഴും പിന്നെ പുറത്ത് പോകുമ്പോഴിടുന്ന പാർട്ടി വെയറൊക്കെ വീട്ടിലിടും. അങ്ങനത്തെ സ്വഭാവമാണ് കേട്ടോ എൻ്റെ കുട്ടിക്കുള്ളത്. പിന്നെ കടച്ചക്ക തോരനൊക്കെ കൂട്ടി ഫുഡൊക്കെ കഴിച്ച് ഇരിക്കുമ്പോഴാണ് കൊറിയർ ഒരെണ്ണം വന്നത്. ഒരു 131 രൂപയുടെ ലിപ്സ്റ്റിക്കായിരുന്നു. അത്യാവശ്യം നല്ല ഷെയ്ഡായിരുന്നു. കുറച്ച് ബ്രൈറ്റായിട്ട് തോന്നി ഫേസ്. അപ്പോൾ ഞാൻ അതും ഇനി തൊട്ട് എൻ്റെ മേക്കപ്പ് സാധനങ്ങളൊക്കെ ഇവിടെ വയ്ക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതൊക്കെ ചിലപ്പോൾ മാറിപ്പോകും, അത് വേറെ കാര്യം. പിന്നെ വൈകിട്ട് കുഞ്ഞൊരു കറക്കത്തിന് വേണ്ടി ഹസ്ബൻഡ് വന്നപ്പോൾ നമ്മളൊരു ചായ കുടിക്കാനാണെന്ന് പറഞ്ഞാൽ പോയത്. പക്ഷേ ഇത്തവണ ഞാൻ ചായ കുടിച്ചില്ല. ഞാൻ കണ്ണൂർ കോക്ടെയിലും പിന്നെ കോഴിക്കോടുള്ള കടുക്ക നിറച്ചതുമാണ് കഴിച്ചത്. അപ്പോൾ ഇന്ന് മൊത്തം ഡിസ്ട്രിക്റ്റ് വിട്ടുള്ള കളികളായിരുന്നു ഫുഡിൽ ട്രൈ ചെയ്തത്. പിന്നെ ഒരു ഡോണറ്റും കഴിച്ചു. പിന്നെ 2 പേർക്കും ഞാനൊരു മാംഗോ ജ്യൂസും കൂടെ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. വീട്ടിൽ വന്നപ്പോഴാണെങ്കിൽ കുടിവെള്ളം തീർന്നിരിക്കുന്നു. വീട്ടിൽ സാധാരണ കുടിവെള്ളം വീട്ടിലാണ് ആളെത്തിക്കാറ്. പക്ഷേ ആ ചേട്ടൻ കൊണ്ടുവന്നില്ല. അപ്പോൾ നമ്മൾ പുറത്തുപോയി പൈസ കൊടുത്ത് മേടിക്കാമെന്ന് ഓർത്ത് വെള്ളം. അപ്പോൾ ആരും കാണാതെയാണ്, കുട്ടികൾ രണ്ടും കാണാതെയാണ് ഇറങ്ങിയത്. പക്ഷേ റൂത്ത് എങ്ങനെയോ കണ്ടു ഗൈസ്. ഞങ്ങൾ പെട്ടുപോയി. ഞങ്ങൾക്കൊന്ന് കറങ്ങാമല്ലോ എന്നോർത്ത് ഇറങ്ങിയതാണ്. പക്ഷേ റൂത്ത് മോള് കയറി. പിന്നെ നമ്മൾ വേഗം ചെന്ന് വെള്ളമൊക്കെ നിറച്ച് വീട്ടിൽ വന്ന് സുഖമായിട്ട് ഇറങ്ങി. അപ്പോൾ എല്ലാവരും എൻ്റെ